ബുദ്ധ മതസ്ഥരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ ഒരു ശാന്തി സ്തൂപ എന്ന് പറയുന്നത്. ഇവിടെ നിന്നുള്ള ആ ഒരു സ്കൈ വ്യൂ ആണ് ഈ കാണുന്നത്. ഓ എന്തൊരു രസം നോക്കി, ഇത്രയൊരു കിടിലൻ വ്യൂ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഓക്സിജൻ്റെ പ്രശ്നം തന്നെയാണ്. അത് കാണാൻ പറ്റും. ഇനിയും മുകളിൽ അങ്ങ് എത്താനായിട്ടുണ്ട്. അതാ നേരച്ചും ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വേണം നമ്മൾ മുകളിലോട്ട് എത്താനായിട്ട്. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ അങ്ങ് ഏറ്റവും മണ്ടിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ട്രക്ക് ചെയ്യാനായിട്ട് 1.25 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. ട്രക്ക് ചെയ്ത് കയറിയാണ് നമ്മളിങ്ങോട്ടേക്ക് എത്തുന്നത്. ട്രക്കിങ് അത്യാവശ്യം, കാരണം ഓക്സിജൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൽ ആ ഒരു ബുദ്ധൻ്റെ ജീവചരിത്രങ്ങളും ഒക്കെയാണ് കൂടുതൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, കാണാൻ പറ്റും. അത് ഇവിടെ നിന്നുള്ള ഈ ഒരു വിഷ്വലാണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത്. ആ ഒരു ലഡാക്കിൻ്റെ ആ ഒരു ലേയുടെ ആ ഒരു 360 വ്യൂ ആണ്. ഇതിനെ നമ്മൾ മാനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ ചെറിയ മറ്റേ ടോംബ് പോലത്തേക്ക് ഒരു സംഭവമാണ് കേട്ടോ. അതിവിടെ നമ്മളിങ്ങനെ ഈ ഒരു ഇങ്ങനെ കയറുമ്പോൾ കാണാൻ പറ്റുന്ന ഇവിടെ കുറച്ച് പയ്യന്മാരെടുത്തിട്ട് ഹായ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്തൂപ്പാണെന്ന് നോക്കി. ആ ഒരു സൂര്യാസ്തമയത്തിൽ ആ ഒരു സൂര്യൻ്റെ ആ ഒരു രശ്മികൾ ഇങ്ങനെ തട്ടിയിട്ട് വരുമ്പോഴുള്ള ആ ഒരു ശാന്തി സ്തൂപയുടെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നോക്കി. ശ്രീബുദ്ധ ഭഗവാന്റെ ആ ഒരു വലിയ സ്റ്റാച്ചുവിനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി. അത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പടികൾ ഇങ്ങനെ കയറിയാണ് അവിടെയാണ് ശാന്തി സ്തൂപ ഇരിക്കുന്നത്. അത്രയും ഒരുപാട് സ്റ്റെപ്സ് ഇങ്ങനെ കയറാനായിട്ടുണ്ട്. ഹായ് ഹലോ സോളോ ട്രാവൽ ഡയറീസിൻ്റെ മറ്റുള്ളവരിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഞാൻ കയറാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ശാന്തി സ്തൂപയാണ്. അതായത് നമ്മുടെ ലേയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്തൂപയാണ് ശാന്തി സ്തൂപ. ഇതുവഴിയാണ് നമ്മൾ ശാന്തി സ്തൂപയിലോട്ട് കയറുന്നത്. തൊട്ട് മുകളിലായിട്ട് നമുക്ക് അവിടെ ശാന്തി സ്തൂപ കാണാനായിട്ട് പറ്റുന്ന. സോ നമുക്കങ്ങനെ ശാന്തി സ്തൂപയിലോട്ട് കയറാം. അത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പടികൾ ഇങ്ങനെ കയറിയാണ് അവിടെയാണ് ശാന്തി സ്തൂപ ഇരിക്കുന്നത്. അത്രയും ഒരുപാട് സ്റ്റെപ്സ് ഇങ്ങനെ കയറാനായിട്ടുണ്ട്. അമ്മേ ഓൾറെഡി നല്ല ഹൈറ്റിലാണ്. അപ്പം ഓക്സിജൻ്റെ പ്രശ്നം നല്ല രീതിക്കുണ്ട്. പിന്നെ എന്താ പറയുക, കാണാൻ പറ്റും അങ്ങ് മലയുടെ മുകളിലാട്ടോ ഇരിക്കുന്നത് ശാന്തി സ്തൂപ. അപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് കയറാനായിട്ട്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടെടുക്കുന്നുണ്ട്. ശാന്തി സ്തൂപ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള അതിമനോഹര വിഷ്വൽ കാണാൻ പറ്റുന്ന അവിടെയൊക്കെ മഞ്ഞ മലകളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന. നമ്മൾ ജസ്റ്റ് നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ നടന്നിട്ടാണ് നമുക്ക് അങ്ങ് മുകളിലേക്ക് കയറി എത്താനുള്ളത്. കാണാൻ പറ്റും. നേരച്ചും ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി വേണം നമ്മൾ മുകളിലോട്ട് എത്താനായിട്ട്. ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ അങ്ങ് ഏറ്റവും മണ്ടിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണാൻ പറ്റുന്ന. താഴേക്ക് ആ ഒരു നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഇതിനെ നമ്മൾ മാനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഈ ചെറിയ മറ്റേ ടോംബ് പോലത്തേക്ക് ഒരു സംഭവമാണ് കേട്ടോ. അതിവിടെ നമ്മളിങ്ങനെ ഈ ഒരു ഇങ്ങനെ കയറുമ്പോൾ കാണാൻ പറ്റുന്ന ഇവിടെ കുറച്ച് പയ്യന്മാരെടുത്തിട്ട് ഹായ് ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റെപ്സ് ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മളിങ്ങനെ മുകളിലോട്ട് എത്താനായിട്ട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു ഓക്സിജൻ്റെ പ്രശ്നം ഭയങ്കര ഹെവി ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആൻഡ് ലൈറ്റ് റിഫ്ലക്ഷൻ ഭയങ്കര ലൈറ്റാണ്. കണ്ണൊക്കെ കത്തി പോകുന്നത്ര ഒരു റിഫ്ലക്ഷനാണ്. അത് കാണാൻ പറ്റും. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഓക്സിജൻ്റെ പ്രശ്നം തന്നെയാണ്. അത് കാണാൻ പറ്റും. ഇനിയും മുകളിൽ അങ്ങ് എത്താനായിട്ടുണ്ട്. കാണാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ കയറി മുകളിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെയാണ് എത്തേണ്ടത്. നമ്മൾ കയറി വന്ന വഴിയാണ് അതായി കാണുന്നത്. ഇവിടെ നിന്നുള്ള ഒരു ലഡാക്കിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും. അടിപൊളിയാണ്. അങ്ങനെ നടന്നിട്ട് കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളൂ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്പം അവിടെ ഇങ്ങനെ മറ്റേ ഫ്ലാഗൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. എന്നാലും നമുക്കിതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ നടന്നിട്ട് കുറച്ചുകൂടെ ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നൊരു പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റും. ഫുള്ള് നമ്മുടെ ആ ഒരു ഹിമാലയൻ ഫ്ലാഗൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അയ്യോ, ഹിമാലയൻ ഫ്ലാഗൊക്കെ കാണാൻ പറ്റും. ആൻഡ് അവിടെ നിന്നിട്ടുള്ളൊരു അടിപൊളി ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഹിഡിലൊരു കാഴ്ച. ലേയുടെ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമുക്ക് ആ ഒരു ശാന്തി സ്തൂപയുടെ ഒരു ടോംബ് ഇങ്ങനെ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
നമ്മൾ ആ ഒരു അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫൈനലി നമ്മളിത് അങ്ങനെ റീച്ച് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നിന്നുള്ള ആ ഒരു സ്കൈ വ്യൂ ആണ് ഈ കാണുന്നത്. ഓ എന്തൊരു രസം നോക്കി, ഇത്രയൊരു കിടിലൻ വ്യൂ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി. അങ്ങനെ ഫൈനലി നമ്മളിതാ ശാന്തി സ്തൂപ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവ്, എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്തൂപ്പാണെന്ന് നോക്കി. ആ ഒരു സൂര്യാസ്തമയത്തിൽ ആ ഒരു സൂര്യൻ്റെ ആ ഒരു രശ്മികൾ എങ്ങനെ തട്ടിയിട്ട് വരുമ്പോഴുള്ള ആ ഒരു ശാന്തി സ്തൂപ്പയുടെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നോക്കി. വാ, ഭയങ്കര ഒരു ബ്യൂട്ടി ആട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. അതാ കാണാൻ പറ്റും. ശാന്തി സ്തൂപ്പയുടെ ആ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതാ ശാന്തി സ്തൂപ്പയുടെ ആ ഒരു എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു ശാന്തി സ്തൂപ്പയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എന്തൊരു പീസ്ഫുള്ളാണെന്ന് അറിയാം. കാണാൻ പറ്റുന്ന ഈ ഒരു ശാന്തി സ്തൂപ്പയുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അവിടെ ക്ലൗഡ്സ് കാണാൻ പറ്റുന്ന ഫുള്ള് ആ ഒരു സ്നോ നമുക്കിങ്ങനെ ആ ഒരു നമ്മൾ വന്ന വഴിയൊക്കെ അതുവഴിയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ വന്ന് കയറിയ വഴി ഇതാ അതുവഴിയായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്. അതുവഴിയാണ് നമ്മൾ കയറിയതാ ഈ ഒരു ശാന്തി സ്തൂപ്പയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണിത്. അങ്ങനെ നമ്മളിത് ആ ഒരു ശാന്തി സ്തൂപ്പയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അത് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ്. ആ ഒരു ബുദ്ധമതസ്ഥരുടെ ഒരു ആരാധനാ കേന്ദ്രമാണ് ഈ ഒരു ശാന്തി സ്തൂപ്പ എന്ന് പറയുന്നത്. അത് നമ്മൾ തൊട്ടടുത്തായിട്ട് ആ ഒരു ലഡാക്കിൻ്റെ അതിമനോഹരമായുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ആ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു സ്നോ ഫുള്ളിങ്ങനെ കവേർഡായിട്ടുള്ളൊരു ലേയുടെ ഹിമനിരകൾ കാണാൻ പറ്റും. തൊട്ടവിടെ കാണാൻ പറ്റും. ആ സ്ലോപ്പിൽ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പിന്നെ അത്യാവശ്യം ട്രക്ക് ചെയ്യാനായിട്ട് 1.25 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. ട്രക്ക് ചെയ്ത് കയറിയാണ് നമ്മളിങ്ങോട്ടേക്ക് എത്തുന്നത്. ട്രക്കിങ് അത്യാവശ്യം, കാരണം ഓക്സിജൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എന്നാലും ഇതൊരു ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഭയങ്കര രസമാട്ടോ. ഫുള്ളിങ്ങനെ ഒരുപാട് നല്ല ചിത്രവർക്കുകളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ എന്നിട്ട് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച താഴത്തൊരു 360 വ്യൂ അടിപൊളിയാണ്. ഇതിങ്ങനെ നമുക്കിങ്ങനെ കയറി പോകാൻ പറ്റുന്ന ബുദ്ധഭഗവാന്റെ ഒരുപാട് പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന. ഇവിടെ ഫൈനലി നമ്മുടെ ശ്രീ ബുദ്ധ ഭഗവാന്റെ ആ ഒരു വലിയ സ്റ്റാച്ചുവിനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫീലായിട്ടതാ നോക്കി. അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധ ഭഗവാന്റെ ഒരുപാട് പ്രതിമകളും ശില്പങ്ങളും ചിലകളും കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ശിലകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ശ്രീബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകൾ, ആർട്ട് വർക്ക്സ് ഒരുപാട് കാണാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ലേയുടെ നല്ലൊരു 360 കാണാൻ പറ്റുന്നു. ഇതിൽ ആ ഒരു ബുദ്ധൻ്റെ ജീവചരിത്രങ്ങളും ഒക്കെയാണ് കൂടുതൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ പറ്റും. അത് ഇവിടെ നിന്നുള്ള ഈ ഒരു വിഷ്വലാണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത്. ആ ഒരു ലഡാക്കിൻ്റെ ആ ഒരു ലേയുടെ ആ ഒരു 360 വ്യൂ ആണ് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത്. കാണാൻ പറ്റും. അടിപൊളി വിഷ്വല്. അങ്ങനെ ശാന്തി സ്തൂപയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോഴെന്താ പറയുക, ഒരുപാട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ആ താഴെ നിന്ന് ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറിയിട്ട് ഈ ഒരു ശ്രീബുദ്ധൻ്റെ ഈ ഒരു ശാന്തി സ്തൂപം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടന്നത്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, വലിയൊരു 360 എക്സ്പീരിയൻസ് ആണ്. ശാന്തി സ്തൂപ ആയിരുന്നാൽ അതുപോലെ ഇവിടെ നിന്നുള്ള താഴത്തെ ആ ഒരു വ്യൂ ആയിരുന്നാലൊക്കെ തന്നെ ഭയങ്കര ഒരു 360 എക്സ്പീരിയൻസ് ആണ്. സോ ലഡാക്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ സ്ഥലം തന്നെയാണ് ഈ ഒരു ശാന്തി സ്തൂപ എന്ന് പറയുന്നത്. സോ എല്ലാവരും വരിക, കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. സോ ഈ ശാന്തി സ്തൂപയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അപ്പോൾ അടുത്തൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രാജേഷ് രാജൻ സൈനിങ് ഓഫ്. ബൈ.